വെൽക്കം ബാക്ക് ടു yet another വീഡിയോ ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ BSc MIT എന്ന് പറയുന്ന കോഴ്സ് എന്തുകൊണ്ട് കർണാടകയിൽ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. +2 കഴിഞ്ഞതിന് ശേഷം BSc MIT ചൂസ് ചെയ്യാൻ നിൽക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. മാത്രമല്ല ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പ് ചാനലിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കാതെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ കൂടി ചെയ്യുക. ഒരു ഹ്യൂമൻ ബോഡിയെ അനലൈസ് ചെയ്ത് അതിനെ ഡയഗ്നോസ് ചെയ്തും മോണിറ്റർ ചെയ്തും നമുക്ക് എന്തൊക്കെ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഇന്റേണൽ ഡിസീസസ് ഉണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഇമാജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതിയൊക്കെ വെച്ചിട്ട് എത്രത്തോളം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാറ്റഗറിയാണ് ഇമാജിംഗ് ടെക്നോളജിസ്റ്റുകൾ എന്ന് ഉള്ളത്. അത് മാത്രമല്ല നമ്മൾ ഡെയിലി അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇന്ന് നമ്മൾ എന്നും കേൾക്കുന്ന ഒരു ടേമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വിർച്വൽ റിയാലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. ഈ AI-യുടെ യൂസ് നമുക്ക് ഇമാജിംഗ് ടെക്നോളജിയിൽ വളരെയധികം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജോബ് അല്ലെങ്കിൽ കോഴ്സ് കൂടിയാണ് MIT എന്ന് പറയുന്നത്. അപ്പോൾ ആ കോഴ്സ് നിങ്ങൾ പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെ മികച്ച ക്യാമ്പസുകളിൽ നിന്ന് തന്നെ പഠിക്കണം. കാരണം നിങ്ങളുടെ ബേസ് എന്താണോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ കരിയർ ഗ്രാഫ് പോകുന്നത്. പഠിക്കുന്നത് മികച്ച ക്യാമ്പസുകളിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് കാര്യം ഉണ്ടാവുന്നില്ല. ഇനി ഏതൊരു മെഡിക്കൽ ഫീൽഡ് പോലെ തന്നെയും നിങ്ങൾക്ക് BSc MIT പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡ്സ് ആണോ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. അവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പഠിക്കുന്നത് കൊണ്ട് ഉപയോഗം ഉണ്ടാവുന്നുള്ളൂ. അതായത് ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജ് ഉള്ള ക്യാമ്പസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉള്ള ക്യാമ്പസ്. ഇനി ഇത് രണ്ടും ഇല്ലെന്നിരിക്കട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ മറ്റേതെങ്കിലും ടോപ്പ് ആയിട്ടുള്ള ക്യാമ്പസുകളുടെ ഹോസ്പിറ്റലുകളുമായിട്ട് പാർട്ട്നേർഡ് ആണോ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. പക്ഷെ ഇത് പലപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റണമെന്നില്ല, അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു സ്ഥലത്തിനെ പറ്റിയുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ഈ ചതികളിലൊക്കെ പെട്ട് പല കോളേജസിലും പോയി പഠിച്ച് അവസാനം ഒന്നും ആകാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഇനി അതുകൂടാതെ നിങ്ങൾ നോക്കേണ്ട മറ്റു കാര്യങ്ങളാണ്, ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ള പേഷ്യൻസിനെ അവിടെ കിട്ടുന്നുണ്ടോ, പേഷ്യൻ്റ് കെയറിൽ നിങ്ങളെ എക്സ്പേർട്ട് ആവാൻ സഹായിക്കുന്നുണ്ടോ. കാരണം ഇമാജിംഗ് ടെക്നോളജി എല്ലാം പേഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് എത്രത്തോളം പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ ലഭിക്കുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജ് അളക്കുന്നത്. അതുകൂടാതെ നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജ് എത്രത്തോളം ഹൈ ആയാണോ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ബേസ് ചെയ്താണ് പറയാനായിട്ട് സാധിക്കുന്നത്. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വളരെ മസ്റ്റാണ്. അതുകൂടാതെ ഇതിൻ്റെ സിലബസ് ഒരു 4 വർഷത്തെ കോഴ്സായിട്ടാണ് വരുന്നത്. അതിൽ 3 വർഷവും നിങ്ങൾ തിയറി ആൻഡ് പ്രാക്ടിക്കൽ പഠിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് 1 വർഷം കംപ്ലീറ്റ്ലി ഇന്റേൺഷിപ്പ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് നല്ല അപ്രൂവലുള്ള കോളേജസിൽ തരാൻ ഒരു മികച്ച ക്യാമ്പസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കർണാടകയിൽ പഠിക്കണം എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. ഏതെങ്കിലും മികച്ച യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ക്യാമ്പസിൽ പഠിച്ചാൽ പോരെ, എന്തുകൊണ്ട് ഞങ്ങൾ കർണാടകയിൽ പഠിക്കണം? ഈ ഒരു ചോദ്യം ഉറപ്പായിട്ടും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ കേരളത്തിൽ പഠിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും മികച്ചതാണ് കർണാടകയിൽ പഠിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ വളരെ വലുതാണ്. കേരളത്തിലെ ഈ ഒരു കോഴ്സ് പഠിക്കാൻ ഓപ്ഷൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ സീറ്റ് അവൈലബിലിറ്റി അവിടെ വളരെ കുറവാണ്. എന്നാൽ നേരെ മറിച്ച് തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്കായിട്ടുള്ളത്. അതും നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള, സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള കോളേജുകളിൽ. ഇനി അതും കർണാടകയിലെ ടോപ്പ് സിറ്റീസ് ആയിട്ടുള്ള ബാംഗ്ലൂർ, മാംഗ്ലൂർ, മൈസൂർ പോലെയുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇനി സ്ഥലങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഏറ്റവും മികച്ച ക്യാമ്പസുകൾ ഫോർ BSc MIT ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം. ഒന്നാമത്തേതാണ് MS രാമയ്യ മെഡിക്കൽ കോളേജ്. ഇതൊരു പ്രൈവറ്റ് ഓൺ മെഡിക്കൽ കോളേജ് ആണ്. ഇത് കൂടാതെ അവർക്ക് അവരുടേതായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അവൈലബിൾ ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള NIRF റാങ്കിങ്ങിൽ 43rd റാങ്ക് കിട്ടിയിട്ടുള്ള ഒരു മികച്ച ക്യാമ്പസ് ആണ് രാമയ്യ. രണ്ടാമത്തേതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള
രാജരാജേശ്വരി മെഡിക്കൽ കോളേജ്. ഇത് നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിൽ വരുന്ന ഒരു ക്യാമ്പസ് ആണ്. അടുത്തതാണ് സപ്തഗിരി മെഡിക്കൽ കോളേജ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അപ്രൂവ് ചെയ്തിട്ടുള്ള നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ കീഴിൽ വരുന്ന കോളേജാണ് ഇത്. അടുത്തതാണ് ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്. ഇത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. അതുകൂടാതെ ഇത് ഗവൺമെന്റ് ഓഫ് കർണാടക ആൻഡ് UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് ക്യാമ്പസ് കൂടിയാണ്. ഇനി ഇത് മാത്രമല്ല, ഇത് കൂടാതെ MBJ മെഡിക്കൽ കോളേജ്, ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജ്, BGS ഗ്ലോബൽ തുടങ്ങിയ കോളേജസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ബാംഗ്ലൂരിലെ മികച്ച ഓപ്ഷൻസ് ആണ്. ഇനി BSc MIT പഠിക്കാനായിട്ട് ബാംഗ്ലൂരിലെ ടോപ്പ് കോളേജസ് ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഹോസ്പിറ്റലാണ് അത്തേന ഹോസ്പിറ്റൽ. ഇവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള ക്യാമ്പസ് ആണ്. മാത്രമല്ല ഇതൊരു ഗേൾസ് ഓൺലി ക്യാമ്പസ് ആണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ റെക്കഗ്നിഷൻ ഉള്ള ക്യാമ്പസ് കൂടിയാണ് ഇത്. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് സേഫ്റ്റി ആണ് ഇവർ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്. രണ്ടാമത്തെ ക്യാമ്പസ് ആണ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള എനപ്പോയ മെഡിക്കൽ കോളേജ്. ഇത് UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. അടുത്തതാണ് ശ്രീനിവാസ യൂണിവേഴ്സിറ്റി. UGC ആൻഡ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന BSc MIT പഠിക്കാൻ പറ്റിയ ഒരു ടോപ്പ് കോളേജാണ് ശ്രീനിവാസ്. അടുത്തതാണ് AJ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കൗൺസിൽ ആൻഡ് റിസർച്ച് സെന്റർ. ഇത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള കോളേജാണ്. ബാംഗ്ലൂരും കഴിഞ്ഞാൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു സിറ്റിയാണ് മൈസൂർ എന്ന് പറയുന്നത്. മൈസൂരിലെ JSS മെഡിക്കൽ കോളേജ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അഫിലിയേഷനിൽ വരുന്ന നാഷണൽ മെഡിക്കൽ കൗൺസിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് അല്ലെങ്കിൽ ക്യാമ്പസ് ആണ് JSS മെഡിക്കൽ കോളേജ്. അപ്പോൾ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും അതിന്റെ ക്വയറീസിനും അതുകൂടാതെ ഇനിയുള്ള അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൽ മറക്കാതെ ജോയിൻ ചെയ്യുക.